Hello everyone, welcome to Axonest Learning Online Classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൽ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്താണ് സാമ്പിളിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സാമ്പിളിംഗ് ടെക്നിക്കുകളെ കുറിച്ച് കൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ്. നമ്മൾ ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്, അതുപോലെ എന്തൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സിൽ വരുന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടെക്നിക്സുകൾ. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സിലെ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? In simple random sampling, a researcher follows these steps. താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് ഒരു റിസർച്ചർ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ ഫോളോ ചെയ്യുക. ഫസ്റ്റ്, they make a list of all the things or people they want to study. ആദ്യമായിട്ട് ഒരു റിസർച്ചർ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആളുകളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഇതിനെ നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഞാനൊരു വാർഡിലെ ആളുകളുടെ കൺസംഷൻ പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ ബൈയിങ് പാറ്റേൺ, എങ്ങനെയാണ് അവർ സാധനങ്ങൾ വാങ്ങുന്നത്, അതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ആ വാർഡിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നീട് ദേ യൂസ് എ റാൻഡം മെത്തേഡ്. പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു റാൻഡം മെത്തേഡ് ഉപയോഗിക്കുകയാണ്. ഉദാഹരണത്തിന് പിക്കിംഗ് നമ്പേഴ്സ് ഔട്ട് ഓഫ് എ ടേബിൾ വിത്ത് റാൻഡം നമ്പർ. ഒരു റാൻഡം നമ്പർ ടേബിൾ, ഒരു റാൻഡം നമ്പർ ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, കടകളിലൊക്കെ കിട്ടുന്നതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് അതിന് നേരെ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റിൽ അതിന് നേരെയുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത്ര ആളുകളെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലോട്ടറി മെത്തേഡ് എടുക്കാം. ലോട്ടറി മെത്തേഡ് നമ്മളിങ്ങനെ കുലുക്കിയിട്ട് എടുക്കുമല്ലേ, കുറച്ച് ചിറ്റുകൾ നമ്മളിങ്ങനെ എഴുതി ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ചെണ്ണം ഇങ്ങനെ കണ്ണടച്ചിട്ട് എടുക്കുകയും ഇപ്പോൾ നമ്മൾ പ്രൈസൊക്കെ മറ്റേ ബമ്പർ പ്രൈസുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും അല്ലേ. ജസ്റ്റ് ഇങ്ങനെ കുലുക്കിയിട്ട് അതിൽ നിന്ന് വെറുതെ കുറച്ചെണ്ണം എടുത്തിട്ട് നമ്മൾ അങ്ങനെ എടുക്കുമല്ലോ. അങ്ങനത്തെ ലോട്ടറി മെത്തേഡ് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ടു ചൂസ് വിച്ച് തിങ്സ് ഓർ പീപ്പിൾ ടു ഇൻക്ലൂഡ് ഇൻ ദെയർ സാമ്പിൾ. അങ്ങനെ വളരെ റാൻഡമായിട്ട്, വളരെ യാദൃശ്ചികമായിട്ട് ഒരു റിസർച്ചർ തൻ്റെ സാമ്പിളിനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, they go and find the exact things or people they picked from the list. അങ്ങനെ നമ്മൾ വളരെ യാദൃശ്ചികമായി ചിലപ്പോൾ കണ്ണടച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും, നമ്മൾ കുലുക്കിയിട്ട് കുറച്ച് നമ്പേഴ്സ് എടുത്തതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ റാൻഡം നമ്പർ ടേബിൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ആൾക്കാരെ അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് നമുക്ക് അറിയാൻ പോലും ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ വെറുതെ സെലക്ട് ചെയ്യും സാമ്പിളായിട്ട്. ആ സാമ്പിൾ അത്തരം ആളുകളുടെ അടുത്ത് പോയിട്ട് അവരെന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് അറിയേണ്ടത് എന്തായിരുന്നു? കൺസംഷൻ പാറ്റേൺ അല്ലെങ്കിൽ ബൈയിങ് പാറ്റേൺ, ആളുകൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നത് പാറ്റേൺ ആയിരുന്നു എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരെ എടുത്തു പോയിട്ട് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യും. അത്തരം രീതിയാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്താണ്? Systematic sampling is a method of selecting a sample from a larger population in a systematic and organized way. വളരെ കൃത്യമായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ സെലക്ട് ചെയ്യാനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ വെറുതെ യാദൃശ്ചികമായിട്ട് വലിയൊരു സിസ്റ്റമാറ്റിക് ഒന്നും ആയിരുന്നില്ല അല്ലേ. നമ്മൾ റാൻഡം ആയിട്ട് ഒരാളെന്നല്ല നമുക്ക് ആവശ്യമുള്ള അത്ര സാമ്പിൾസിനെ വെറുതെ തിരഞ്ഞെടുക്കുമായിരുന്നു അല്ലേ. അങ്ങനെയല്ല, ഇവിടെ ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ സാമ്പിളിനെ തിരഞ്ഞെടുക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ചൂസിങ് എവറി nth ഐറ്റം ഓർ ഇൻഡിവിജ്വൽ ഫ്രം എ ലിസ്റ്റ് ഓർ സീക്വൻസ് ആഫ്റ്റർ എ റാൻഡം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഹാസ് ബീൻ ഡിറ്റർമിൻഡ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. നമ്മളെ പോപ്പുലേഷനിലുള്ള എല്ലാ ആളുകളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ആദ്യത്തെ ഒരാളെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കണ്ണടച്ചെടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. ലോട്ടറി മെത്തേഡിലൂടെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അടുത്ത ആളുകളെ നമ്മൾ എവറി nth ഇൻഡിവിജ്വൽ, നമ്മളെ ലിസ്റ്റിലുള്ള എല്ലാ മൂന്നാമത്തെ ആളുകളെയും അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങളിലുള്ള എല്ലാ
ആളുകളെയും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ 10ാമത്തെ ആളുകളെയും, ഇപ്പോൾ ആദ്യത്തെ 10, രണ്ടാമത്തെ 10, അങ്ങനെ 10, 20, 30 ഉണ്ടാവില്ല. അപ്പോൾ 10ന്റെ ഗുണിതങ്ങളിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ഇരട്ട സംഖ്യകളുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ഒറ്റ സംഖ്യകളുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ 5ന്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. അങ്ങനെ nth ഇൻഡിവിജ്വൽസിനെ സീക്വൻസ് ആയിട്ട്, ഒരു സീക്വൻസ് ആണ് അല്ലേ, ഇപ്പോൾ 5, 10, 15, അങ്ങനെ 5ാമത്തെ ആള്, 10ാമത്തെ ആള്, 15ാമത്തെ ആളെ, അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. For example, if you want to select a systematic sample out of 100 students, ഇവിടെ 100 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക ഒരു സ്കൂളിൽ. within 1000 students you could start by randomly selecting a number between 1 to 10. അപ്പോൾ ഒരു 1000 കുട്ടികളുള്ള ഒരു സ്കൂളിൽ നിന്ന് നമുക്ക് 100 കുട്ടികളെ നമ്മൾ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരാളെ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യണം. ഇപ്പോൾ റോൾ നമ്പർ 1ഓ റോൾ നമ്പർ 2ഓ ഏതെങ്കിലും ഒരാളെ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ യു ചൂസ് 3, നമ്മൾ എല്ലാ മൂന്നാമത്തെ ആളുകളെയും നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ 3, 6, 9 അങ്ങനെ 3ന്റെ ഗുണിതങ്ങളിൽ ഇങ്ങനെ പോലെ ആ റോൾ നമ്പറുള്ള ആൾക്കാരെ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യും. ദെൻ യു വുഡ് സെലക്ട് എവറി 3rd സ്റ്റുഡൻറ്റ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് അല്ലേ. ആ ലിസ്റ്റിൽ നിന്ന് എല്ലാ 3rd മൂന്നാമതായിട്ട് വരുന്ന എല്ലാ ആളുകളെയും നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാണ്. അത്തരം മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. Stratified sampling is a method of selecting a sample from a larger population by dividing populations into subgroups or strata based on certain characteristics that are important for research. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുഴുവൻ പോപ്പുലേഷനെയും ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ സബ് ഗ്രൂപ്പുകളായിട്ട് സ്ട്രാറ്റകളായിട്ട് തിരിക്കുകയാണ്. എന്താ സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ശ്രേണികൾ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ്, ചെറിയ ചെറിയ ഗ്രൂപ്പ്. നമ്മളെ പോപ്പുലേഷനെ വീണ്ടും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുകയാണ്. അത് എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, എന്തെങ്കിലും ഒരു സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. നമ്മുടെ വാർഡിലെ ആളുകളുടെ കൺസംഷൻ പാറ്റേൺ ആണ് നമുക്ക് അറിയേണ്ടത്. ആളുകളുടെ എങ്ങനെയാണ് വാങ്ങുന്ന ഒരു രീതിയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആ വാർഡിലുള്ള ആളുകളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതിന് സിമ്പിൾ റാൻഡമിലൂടെ നമ്മൾ അങ്ങനെയാണ് അല്ലേ, വെറുതെ ആൾക്കാരെ പോയിട്ട് സെലക്ട് ചെയ്യണം. നമ്മൾ കണ്ണടച്ച് എല്ലാ ആൾക്കാരെയും പേരെഴുതി ഇട്ടിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് കുറച്ച് ആൾക്കാരെ എടുക്കുമ്പോൾ നമുക്ക് എത്ര ആൾക്കാരാണ് കിട്ടിയത് ആ ആളുകളെ പോയിട്ട് നമ്മൾ പഠനം നടത്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റിൽ ഫസ്റ്റത്തെ ആളെ റാൻഡംലി സെലക്ട് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എവറി 3rd person അല്ലെങ്കിൽ എവറി 5th person ഫ്രം ദ ലിസ്റ്റ് അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. എല്ലാ 3ാമത്തെ ആളെ അല്ലെങ്കിൽ എല്ലാ 5ാമത്തെ ആളെയൊക്കെ അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്തിട്ട് അത്രയും ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പം നമുക്ക് ഒന്നും കൂടി കൃത്യമായിട്ട് നമ്മളെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ആളുകളെ ഏജ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സബ് ഗ്രൂപ്പുകളായി തരംതിരിക്കുക അല്ലേ. ആ നാട്ടിൽ 0 ജനിച്ചത് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടാവും, 10 മുതൽ 20 വയസ്സ് വരെയുള്ള ആളുകളുണ്ടാവും, 20 to 30 വയസ്സ് വരെയുള്ള ആളുകളുണ്ടാവും, 30 to 40 ഉണ്ടാവും, 40 to 50 ഉണ്ടാവും, 50 to 60 ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ സബ് ഗ്രൂപ്പ് പ്രായം എന്ന് പറയുന്ന ഒരു സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ക്യാരക്ടറിസ്റ്റിക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, സബ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുകയാണ്. ഇങ്ങനെ തരംതിരിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താ, നമുക്ക് ഓരോ പ്രായത്തിലുള്ള ആളുകളും നമ്മളെ സാമ്പിളിൽ ഉണ്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും അല്ലേ. നമ്മൾ സിംപ്ലി ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറുപ്പക്കാർ അതിലുണ്ടായി എന്ന് വരില്ല, ചിലപ്പോൾ എല്ലാം ചെറുപ്പക്കാരായിരിക്കും, വൃദ്ധന്മാർ വന്നു വരില്ല അല്ലേ. അപ്പോൾ യങ്ങർ പോപ്പുലേഷനെയും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെയും ഓൾഡ് ഏജിലുള്ള ആളുകളെയും എല്ലാ ആളുകളുടെയും നമ്മളെ പഠനത്തിൽ വേണമെന്ന് നമുക്ക് ഉറപ്പ് വരുത്താനും നമ്മുടെ പഠനത്തിന് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ പോപ്പുലേഷനെ സബ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുകയാണ്. എന്നിട്ട് ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നും ഓരോ സാമ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ നമ്മൾ പഠനത്തിൽ പെട്ടു, അപ്പോൾ ഒന്നും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടി നമ്മളെ സ്റ്റഡിയുടെ അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ഈച്ച് സബ് ഗ്രൂപ്പ് ഓർ സ്ട്രാറ്റം റെപ്രസെന്റ്സ് എ ഹോമോജിനസ് ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു ദോസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഓരോ സബ് ഗ്രൂപ്പിനും എന്താണ് ഉണ്ടാവുക, കോമൺ ആയിട്ടുള്ള ഒരേപോലുള്ള സവിശേഷതകളാണ് ഉണ്ടാവുക. ഓക്കെ, then the researcher randomly selects samples from each stratum in proportion to its size or importance in the population. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഓരോ
സബ് ഗ്രൂപ്പിൽ നിന്നും സാമ്പിൾസിനെ അവരുടെ ഒരു സൈസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ആ നാട്ടിൽ കൂടുതൽ ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സാമ്പിളിൽ കൂടുതൽ ചെറുപ്പക്കാർ വരും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഈ സബ് ഗ്രൂപ്പിൻ്റെ സൈസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക. ദ ഗോൾ ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഈസ് ടു എൻഷുർ ദാറ്റ് ദ സാമ്പിൾ ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ എൻറ്റയർ പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷൻ്റെ കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് നമ്മളെ സാമ്പിളിൽ ഉള്ളതെന്ന് ഉറപ്പുവരുത്താനാണ് നമ്മളിങ്ങനെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി വെൻ ദർ ആർ സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ് ഓർ ഡിഫറൻസസ് വിത്തിൻ ദ പോപ്പുലേഷൻ. ഇപ്പോൾ പോപ്പുലേഷനിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉള്ള ആളുകളും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പോപ്പുലേഷനെ നമ്മളെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ആളുകളുടെ വരുമാനത്തിനനുസരിച്ച് അവരുടെ കൺസംഷൻ പാറ്റേൺ മാറും അല്ലേ. കൂടുതൽ വരുമാനമുള്ള ആൾക്കാർ വാങ്ങുന്ന സാധനങ്ങളായിരിക്കില്ല കുറഞ്ഞ വരുമാനമുള്ള ആൾക്കാർ വാങ്ങുക. അപ്പോൾ നമുക്ക് നമ്മുടെ പഠനം അങ്ങനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ് ഗ്രൂപ്പ് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ഒരു 10K അടിയിൽ വരുമാനമുള്ള ആളുകൾ, 20K അടിയിൽ വരുമാനമുള്ള ആളുകൾ, അങ്ങനെ നമുക്ക് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഗ്രൂപ്പുകളാക്കി തരംതിരിക്കാം. അപ്പോഴും നമുക്ക് ഒന്നുകൂടി നല്ല റിസൾട്ടാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അടുത്തത് ക്ലസ്റ്റർ സാമ്പിളിംഗ്. Cluster sampling is a sampling method used in research where larger population is divided into clusters or groups and then random sample of these clusters is selected for further study. ഇവിടെ നമ്മളെ പോപ്പുലേഷൻ എന്താ ചെയ്യുന്നത്, കുറച്ച് ക്ലസ്റ്ററുകളാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. ക്ലസ്റ്ററുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. മറ്റോട് നമ്മൾ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ് സബ് ഗ്രൂപ്പാക്കി തിരിച്ചത്. ഇവിടെ നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ക്ലസ്റ്ററുകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വളരെ റാൻഡംലി സാമ്പിൾസിനെ, ഓരോ ക്ലസ്റ്ററിൽ നിന്നും സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സെലക്ടിങ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഫ്രം പോപ്പുലേഷൻ ഡയറക്ട്ലി, റിസർച്ചേഴ്സ് റാൻഡംലി ചൂസ് ചെയ്യുന്നു എൻറ്റയർ ക്ലസ്റ്റേഴ്സ് ആൻഡ് ദെൻ സ്റ്റഡി ഓൾ ദ മെമ്പേഴ്സ് വിത്തിൻ ദ സെലക്ടഡ് ക്ലസ്റ്റേഴ്സ്. ഇങ്ങനെ നമ്മൾ ക്ലസ്റ്റർ ആക്കി തിരിക്കുന്നതും വളരെ റാൻഡംലി ആണ്, എന്തെങ്കിലും ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ക്ലസ്റ്റേഴ്സായിട്ട് വളരെ റാൻഡംലി ക്ലസ്റ്റേഴ്സായിട്ട് പോപ്പുലേഷന് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ ക്ലസ്റ്ററിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഓർ ഇംപ്രാക്ടിക്കൽ ടു കളക്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എൻറ്റയർ പോപ്പുലേഷൻ. നമ്മളൊരു എൻറ്റയർ പോപ്പുലേഷനിൽ നിന്ന് സിമ്പിൾ റാൻഡം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാമ്പിൾസിനെ കളക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലസ്റ്റർ സാമ്പിളിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ സമയവും അതുപോലെ റിസോഴ്സസിനെയൊക്കെ സേവ് ചെയ്യുന്നു. എസ്പെഷ്യലി വെൻ ദ പോപ്പുലേഷൻ ഈസ് ലാർജ് ആൻഡ് വൈഡ്ലി ഡിസ്പേഴ്സ്ഡ്. കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ പോപ്പുലേഷൻ വളരെ വലുതാണ്, മാത്രമല്ല അവർ വളരെ ദൂരെയുള്ള ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഡിസ്പേഴ്സ് ആയിട്ട് കിടക്കുകയാണ്, ചിതറി കിടക്കുകയാണ് ആളുകൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ അത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയെ നമുക്ക് ഇങ്ങനെ എത്ര ക്ലസ്റ്ററായിട്ട് തിരിക്കാം, എന്നിട്ട് ഓരോ ക്ലസ്റ്ററിൽ നിന്ന് ഓരോ സാമ്പിൾ എടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന് ഏതൊക്കെ പഠിച്ചു, സിമ്പിൾ റാൻഡം സാമ്പിളിങ് പഠിച്ചു, സിസ്റ്റമാറ്റിക് സാമ്പിളിങ് പഠിച്ചു, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് പഠിച്ചു, പിന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡ് പഠിച്ചു. ഈ 4 മെത്തേഡാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലുള്ളത്. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് സെലക്ടിങ് ഇൻഡിവിജ്വൽസ് ഓർ ഐറ്റംസ് ദാറ്റ് ആർ മോസ്റ്റ് കൺവീനിയൻറ്റ് ഓർ റെഡിലി അവൈലബിൾ ഫോർ ദ സ്റ്റഡി. ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇവിടെ നമ്മൾ പോപ്പുലേഷനിൽ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ഈക്വൽ ചാൻസ് കൊടുക്കുന്നില്ല. സാമ്പിൾ ഉൾക്കൊള്ളാൻ നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനും ഈക്വൽ ചാൻസ് കൊടുക്കുന്നില്ല. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ നമ്മൾ നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനും നമ്മുടെ സാമ്പിളിൽ ഉൾക്കൊള്ളാൻ ഈക്വൽ ചാൻസ് ആണ് കൊടുക്കുന്നത്. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ നമ്മൾ റിസർച്ചറിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകൾക്കും സാമ്പിളിങ്ങിൽ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ സാമ്പിളിൽ ഉൾക്കൊള്ളാൻ ഈക്വൽ ചാൻസ് അല്ല കൊടുക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത. അതിൽ വരുന്ന ടെക്നിക്കുകളാണ് ഒന്നാമത്തത് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. കൺവീനിയൻറ്റ് സാമ്പിളിങ്ങിൽ ഇവിടെ റിസർച്ചർ എന്താ ചെയ്യാറിയോ, എളുപ്പത്തിൽ കിട്ടുന്നതും അല്ലെങ്കിൽ എളുപ്പം ഡാറ്റ കിട്ടുന്നതും വളരെ സൗകര്യപ്രദമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് സാമ്പിൾസിനെ അങ്ങോട്ട് സെലക്ട് ചെയ്യുക പോപ്പുലേഷനിൽ. അപ്പോൾ എനിക്ക് കൺസംഷൻ പാറ്റേൺ അളക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരുടെ ഡാറ്റ എനിക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അവരുടെ ഉപയോഗിച്ചിട്ട് ഞാൻ പഠനം നടത്തുകയാണെങ്കിൽ അതൊക്കെ കൺവീനിയൻറ്റ് സാമ്പിളിങ്ങിന് ഉദാഹരണമാണ്.
It is often used for its simplicity and low cost, but many introduce bias because it doesn't ensure that the sample is representative of the population. അല്ലേ, ഇത് വളരെ എളുപ്പമാണ് കളക്ട് ചെയ്യാൻ, നമ്മളെ സമയം ലാഭിക്കും, നമ്മളെ കോസ്റ്റ് ചിലവൊക്കെ കുറവായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ, ബയാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലേ. റിസർച്ചറുടെ ഒരു ബയാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷപാതം ഈ ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിള് പോപ്പുലേഷൻ്റെ യഥാർത്ഥ പ്രതിനിധികളാവണം എന്നും ഇല്ല, അല്ലേ. അതാണ് കൺവീനിയൻറ്റ് സാമ്പിളിങ്ങിൻ്റെ ഒരു പ്രശ്നം. രണ്ടാമതാണ് ക്വാട്ട സാമ്പിളിംഗ്. എന്താണ് ക്വാട്ട സാമ്പിളിംഗ്? ഇവിടെ റിസർച്ചേഴ്സ് ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻ ടു സബ് ഗ്രൂപ്പ് സ്ട്രാറ്റ ബേസ്ഡ് ഓൺ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെയും നമ്മൾ സാമ്പിൾസിനെ പോപ്പുലേഷനെ കുറച്ച് സബ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുകയാണ്. അതിനെ നമ്മൾ സ്ട്രാറ്റ എന്ന് പറയും. ആ ചില ഏതെങ്കിലും ഇപ്പോൾ ഒരു കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് നമ്മളിങ്ങനെ ക്വാട്ടയായിട്ട് അല്ലെങ്കിൽ നമ്മൾ സബ് ഗ്രൂപ്പായിട്ട് തരംതിരിക്കുക. ദെൻ സെലക്ട് പാർട്ടിസിപ്പൻസ് ഫ്രം ഈച്ച് സബ് ഗ്രൂപ്പ് അൺടിൽ എ പ്രീ ഡിറ്റർമിൻഡ് ക്വാട്ട ഈസ് റീച്ച്ഡ്. ഒരു നിശ്ചിത കോട്ട നമ്മൾ റിസർച്ചർ ഇപ്പോൾ ഒരു നിശ്ചിത കോട്ട അല്ലെങ്കിൽ കോട്ട എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്വാണ്ടിറ്റി, ഒരു നിശ്ചിത എണ്ണം നമ്മുടെ റിസർച്ചർ ഓൾറെഡി മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. ആ ഒരു എണ്ണം എത്തുന്നത് വരെ നമ്മൾ ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നും പോപ്പുലേഷൻ എങ്ങനെ സാമ്പിൾസിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു 100 ആൾക്കാരെ കിട്ടണം. 100 ആൾക്കാരെയാണ് എനിക്ക് കിട്ടേണ്ടത് എൻ്റെ പഠനത്തിന് വേണ്ടി സാമ്പിളായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പോപ്പുലേഷൻ ആദ്യം എന്ത് ചെയ്യുന്നു, കുറച്ച് സബ് ഗ്രൂപ്പ് ആക്കിയിട്ട് തരംതിരിക്കുന്നു. അതിന് നമ്മൾ സ്ട്രാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷനെ നമ്മളിങ്ങനെ സബ് ഗ്രൂപ്പായിട്ട് തരംതിരിക്കുകയാണ്. എന്നിട്ട് ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നും ഒരു നിശ്ചിത കോട്ട, എൻ്റെ കോട്ട അവിടെ എത്രയാണ്, 100 ആണ്, അല്ലേ. 100 എൻ്റെ കോട്ട. അപ്പോൾ ഈ 100 ആകുന്നത് വരെ ഞാൻ ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നും സാമ്പിൾസിനെ എങ്ങനെ തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കോട്ട സാമ്പിളിംഗ് എയിം ടു മാച്ച് ദ പ്രൊപ്പോർഷൻസ് ഓഫ് സബ് ഗ്രൂപ്പ്സ് ഇൻ ദ പോപ്പുലേഷൻ ബട്ട് ഡസൻറ്റ് യൂസ് എ റാൻഡം സെലക്ഷൻ. ഇവിടെ കോട്ട സാമ്പിളിംഗിൽ നമ്മുടെ പോപ്പുലേഷൻ ഓരോ സബ് ഗ്രൂപ്പും എത്ര ഉണ്ട്, പോപ്പുലേഷനിൽ എത്ര ശതമാനമാണ് ഓരോ സബ് ഗ്രൂപ്പ് ഉള്ളത്, അതിനനുസരിച്ചായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ റാൻഡംലി അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ ആളുകളെ നോക്കിയിട്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നത്. ഓക്കെ, അടുത്തത് പർപ്പസീവ് ഓർ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. പർപ്പസീവ് ഓർ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് റിസർച്ചേഴ്സ് ഇൻറ്റൻഷനലി ചൂസ് സ്പെസിഫിക് ഇൻഡിവിജ്വൽസ് ഓർ ഐറ്റംസ് ബേസ്ഡ് ഓൺ ദെയർ എക്സ്പെർട്ടീസ് ഓർ ജഡ്ജ്മെൻറ്റ്. ഇപ്പോൾ ഞാനൊരു പഠനം നടത്തുകയാണെങ്കിൽ എനിക്ക് കുറച്ച് അറിവുണ്ടായിരിക്കും, എനിക്ക് കുറച്ച് ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എക്സ്പെർട്ടീസ് നോളജ് ഒക്കെ ഉണ്ടായിരിക്കും. എൻ്റെ നോളജിൻ്റെയും എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക, പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെൻ ദ റിസർച്ചർ വാണ്ട് ടു സ്റ്റഡി എ പെർട്ടിക്കുലർ സബ് ഗ്രൂപ്പ് ഓർ വെൻ ദേ ബിലീവ് സർട്ടൻ കേസസ് ആർ മോസ്റ്റ് റെലവൻറ്റ് ടു റിസർച്ച്. ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് എൻ്റെ സ്റ്റഡിക്ക് ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവരെയാണ് ഞാൻ പഠിക്കേണ്ടത്, എൻ്റെ ഒരു അറിവിൻ്റെയും എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എൻ്റെ സ്റ്റഡിക്ക് ഇവരെയാണ് വേണ്ടത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇവരെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പർപ്പസീവ് ഓർ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. ദിസ് ടെക്നിക് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ സ്റ്റഡീസ് വെർ ദ ടാർഗറ്റ് പോപ്പുലേഷൻ ഈസ് ഹാർഡ് ടു റീച്ച്. ചില പഠനത്തിലൊന്നും നമുക്ക് സാമ്പിളിന് കിട്ടാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ പോപ്പുലേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥ വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഡ്രങ്കാർഡ്സിനെ കുറിച്ച് പഠിക്കണം എന്ന് വിചാരിക്കുക, കള്ളുകുടിയന്മാരെ കുറിച്ച് പഠിക്കണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള വളരെ സാമ്പിൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ആളുകൾ വേണം, അല്ലേ. നമുക്ക് ഏതെങ്കിലും കള്ളുകുടിയന്മാരെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റയ്ക്ക് കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അവരുടെ ഒരു ആൽക്കഹോൾ കൺസ്യൂമിങ് പാറ്റേൺ ഒക്കെ പഠിക്കാനായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു തരാൻ കഴിവുള്ള അത്തരത്തിലുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാരുണ്ടാവും, ഡ്രഗ് ഗാർഡ്സ് ഒരുപാടുണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായി ഡാറ്റ പറഞ്ഞു തരാൻ കഴിവുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോപ്പുലേഷൻ വളരെ ഹാർഡാണെങ്കിൽ, നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കും. റിസർച്ചേഴ്സ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആൻഡ് ആസ്ക് ദം ടു റെഫർ അതേഴ്സ് ദേ നോ ഹു മീറ്റ് ദ ക്രൈറ്റീരിയ. ഇവിടെ റിസർച്ചർ എന്ത് ചെയ്യുക അറിയോ, ആദ്യം അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു 2-3 ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാർ അദ്ദേഹം സാമ്പിളായിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവരോട് ചോദിക്കും,
നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെയുള്ള ആളുകളെ അറിയോ എന്ന് ചോദിക്കും. എന്നിട്ട് അവർ റെഫർ ചെയ്യും. ഇപ്പം എനിക്ക് ഈ ഒരാളെ അറിയാം, ഇയാൾ ഇതുപോലെയുള്ള ആളാണെന്ന് പറയും. അപ്പോൾ അവർ റെഫർ ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത ആളെടുത്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ സെലക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾസിനോട് ചോദിച്ചിട്ട് അടുത്ത സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡെലിവറി ബോയ്സിനെ കുറിച്ച് നമുക്ക് പഠനം നടത്തണം എന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഡെലിവറി ബോയ്സിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഓരോ ഡെലിവറി ബോയിനോട് ചോദിക്കുകയാണ്, ഇനി വേറെ ഡെലിവറി ബോയ്സിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ, ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അവർ കുറച്ചാൾ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ അടുത്ത ആളെടുത്ത് നമ്മൾ അങ്ങനെ പോകും. അങ്ങനെ നമ്മൾ ഈ കുറച്ചാൾ സെലക്ട് ചെയ്തിട്ട് അവർ റെഫർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റഡി പോകുന്നതിനെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോമൺ ഇൻ സോഷ്യൽ നെറ്റ്വർക്ക് ഓർ ഹിഡൻ പോപ്പുലേഷൻ സ്റ്റഡി. അല്ലേ, പോപ്പുലേഷൻ നമ്മുടെ പഠനത്തിന് വേണ്ട ആൾക്കാരെ കിട്ടാതിരിക്കുന്ന സമയത്ത് സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ കേസിലൊക്കെ ഇത് വളരെ കോമൺ ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നെറ്റ്വർക്ക് ചെയിൻ റെഫറിയൽ ഓർ റെപ്യൂട്ടേഷണൽ സാമ്പിളിംഗ് ഈസ് എ മെത്തേഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് സാമ്പിളിംഗ് ഇൻ ദ കേസസ് ഓഫ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനെ കുറിച്ചാണ് നമ്മൾ പഠനം നടത്തുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ പരസ്പര ബന്ധമുള്ള ഒരു ചെയിനിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. Snowball sampling is a multi-stage technique. It begins with one or few people and spread out on the base of link to the initial case. ഇവിടെ ഇതൊരു നെറ്റ്വർക്ക് സാമ്പിളിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഒരാളെയോ അല്ലെങ്കിൽ കുറച്ചാളെയോ ആദ്യം സെലക്ട് ചെയ്യുന്നുള്ളൂ. പിന്നീട് അവർ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ അടുത്തടുത്ത ആളുകളെ ഇങ്ങനെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അവരുടെ റെഫറൻസിനനുസരിച്ച് ആയതുകൊണ്ട് ഇവിടെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണെന്ന് നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. അടുത്തതാണ് ഡീവിയന്റ് കേസ് സാമ്പിളിംഗ്. എന്താണ് ഡീവിയന്റ് കേസ് സാമ്പിളിംഗ്? ഇറ്റ്സ് ഗോൾ ഈസ് ടു ലൊക്കേറ്റ് കളക്ഷൻ ഓഫ് അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഓർ പെക്യൂലിയർ കേസസ് ദാറ്റ് ആർ നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഹോൾ. ഇപ്പോൾ നമുക്ക് പഠനം നടത്തേണ്ടത് പ്രത്യേക ചില സാഹചര്യങ്ങളിലുള്ള കുറച്ച് ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് നമുക്ക് പഠനം നടത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡീവിയന്റ് കേസ് സാമ്പിളിംഗ്. നമ്മുടെ പോപ്പുലേഷനിൽ വളരെ വ്യാപകമായിട്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റണം എന്നില്ല. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ ഡീവിയന്റ് കേസ് സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്കൂളിലെ എക്സ്ട്രാ ടാലൻറ്റഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ വളരെയധികം ഗിഫ്റ്റഡ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള ഇൻ്റലിജൻസ് IQ കൂടുതലുള്ള കുറച്ച് കുട്ടികളെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ പോയിട്ട് കുറച്ച് സാമ്പിളിന് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം നമുക്ക് പഠിക്കേണ്ടത് ആ സ്കൂളിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരെ നേരിട്ട് പോയിട്ട് അല്ലെങ്കിൽ ആ സ്കൂളിലെ HMനോടോ അല്ലെങ്കിൽ അവരെയൊക്കെ ചോദിച്ചിട്ട് അത്തരം കുട്ടികളെ മാത്രം എടുത്തിട്ട് പഠിക്കുകയാണ് വേണ്ടത്, അല്ലേ? ഇതിനെ നമ്മൾ ഡീവിയന്റ് കേസ് സാമ്പിളിംഗ് എന്ന് പറയും. കാരണം ഇവിടെ ഈ പോപ്പുലേഷനിൽ നമ്മൾ വെറുതെ റാൻഡംലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ നേരെ അവരെ തന്നെ നോക്കി പോയി അവരെ സെലക്ട് ചെയ്ത് അവരെ കുറിച്ച് പഠിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Deviant cases are selected because they are unusual and researcher hopes to learn more about the social life by considering cases that fall outside the general pattern or including what is beyond the main flow of events. അല്ലേ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ബ്രില്യൻസ് ഉള്ള ഒരാൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ ഉണ്ടായി എന്ന് വരാം. ഇപ്പോൾ ചിലപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ തന്നെ ചിലപ്പോൾ ഒരു 10 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഓരോ ക്ലാസ്സിൽ നിന്നും സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ അവരെ നോക്കി നോട്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അതിന് കാരണം എന്താ? അവർ അൺയൂഷ്വൽ ആണ്, അവർ യൂഷ്വൽ അല്ല, അവർ പ്രത്യേകതകളുള്ള ആളുകളാണ്, യുണീക്കാണ്. അപ്പോൾ അവരെ നമ്മൾ നേരിട്ട് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കേസിലാണ് നമ്മൾ ഡീവിയന്റ് കേസ് സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. അടുത്താണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ്. In sequential sampling, a researcher continues to gather cases until the amount of new information or diversity cases is filled. ഈ സീക്വൻഷ്യൽ സാമ്പിളിങ്ങിൽ നമ്മൾ റിസർച്ചർ അദ്ദേഹത്തിൻ്റെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ എത്തുന്നത് വരെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി ഓഫ് കേസസ്, ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യേക രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ്, ആ ഡിസീസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡിസീസസ് ഉള്ള ആളുകളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് ഇരിക്കുക നമ്മളെ പഠനത്തിലൂടെ. അപ്പോൾ ആ ഡിസീസ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ആണ് വിചാരിക്കുക, മഞ്ഞപ്പിത്തത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ്, എല്ലാ ടൈപ്സിലുള്ള സാമ്പിൾസിനെ നമുക്ക് കിട്ടണം പഠനത്തിന്. അപ്പോൾ എല്ലാ ടൈപ്സിലുള്ള സാമ്പിൾസിനെ കിട്ടുന്നത് വരെ നമ്മൾ സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രോഗമാണെങ്കിൽ ആ രോഗത്തിൻ്റെ തന്നെ
ഇപ്പോൾ തലവേദന നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാം അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് കേസസ് ഓഫ് ഹെഡേക്ക് അല്ല, ആ ഹെഡേക്ക് എന്നുള്ള ഒരു അസുഖത്തിൻ്റെ പല കേസസിലും ഓരോ സാമ്പിൾസിന് നമുക്ക് പഠനത്തിന് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് കിട്ടുന്നത് വരെ നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റ് റിസർച്ചർ ഈസ് സ്റ്റഡിങ് കൺസ്യൂമർ പ്രിഫറൻസസ് ഫോർ എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റിനുള്ള ആൾക്കാരുടെ കൺസ്യൂമർ പ്രിഫറൻസ് ആണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് കളക്ടിങ് ഡാറ്റ ഓഫ് ഓൾ അറ്റ് വൺസ്, എല്ലാ ഡാറ്റയും ഒരുമിച്ചെടുക്കുക. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കൺസ്യൂമർ പ്രിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഒരു പുതിയ പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആളുകൾ എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എല്ലാ ആളുകളുടെയും പ്രതികരണം ഒരുമിച്ചെടുക്കുന്നതിന് പകരം നമ്മൾ റിസർച്ചർ ആദ്യം കുറച്ച് ഇനീഷ്യൽ സെറ്റ് ഓഫ് പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്തു. ആദ്യം കുറച്ച് ആൾക്കാരോട് ചോദിച്ചു, അവരോട് ഡാറ്റ എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ് എന്നൊക്കെ ചോദിച്ച് അവിടെ എടുത്തു വെച്ചു. ദെൻ ഷീ അനലൈസസ് ദ റിസൾട്ട്, then determines if she has enough information to answer her research question. എന്നിട്ട് കുറച്ച് ആളോട് ചോദിച്ചിട്ട് ഇത് മതിയാവോ, എൻ്റെ റിസർച്ചിന് ഇത്ര ആൾക്കാരോട് ചോദിച്ചാൽ മതിയാവോ എന്ന് തീരുമാനിക്കുന്നു. മതിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരോട് ചോദിക്കുന്നു. അങ്ങനെ ഓരോ സെറ്റ് ഓഫ് ആൾക്കാരോട് നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും സാമ്പിൾസ് കിട്ടുന്നത് വരെ ഓരോ സെറ്റ് ഓഫ് ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ അത്രയും ആൾക്കാരിങ്ങനെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങും അതുപോലെ സാമ്പിളിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമ്മുടെ ബ്ലോക്ക് 1 രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടി സീരിയസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഒന്നാമത്തെ ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റ് ആണുള്ളത്. മൂന്നാമത്തെ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് ഡാറ്റ കളക്ഷൻ, അല്ലെങ്കിൽ ഡാറ്റ ആൻഡ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ്. മൂന്നാമത്തെ യൂണിറ്റിലുള്ള കാര്യം, ഒന്നാമതായിട്ട് ഡാറ്റ കളക്ഷനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഡാറ്റ കളക്ഷൻ, എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ 2 കാര്യങ്ങൾ കൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അത് സ്റ്റെപ്സ് ഇൻ ഡാറ്റ കളക്ഷനും അതുപോലെ ചാലഞ്ചസ് ഇൻ ഡാറ്റ കളക്ഷനുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഇൻ ഡാറ്റ കളക്ഷൻ? ഒരു ഡാറ്റ നമ്മുടെ പഠനത്തിന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഡിസൈഡ് വാട്ട് ഡാറ്റ യു വാണ്ട് ടു ഗ്യാദർ, അല്ലേ? എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് ഗ്യാദർ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം, അല്ലേ? The first thing to do is to decide what information we want to gather. We must choose subjects that the data will cover, the sources we will use to gather it, and the quantity of information that we would require, അല്ലേ? അപ്പോൾ നമുക്ക് എത്ര ആൾക്കാരുടെ അടുത്ത് നിന്നാണ് ഡാറ്റ വേണ്ടത്, അതുപോലെ എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് വേണ്ടത്, നമുക്ക് എവിടെ ചെന്നാൽ ഈ ഡാറ്റ കിട്ടും എന്നൊക്കെ നമ്മൾ ആദ്യം തീരുമാനിക്കണം, അല്ലേ? അപ്പോൾ ഒരു ഉദാഹരണത്തിന്, വി മേ ചൂസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ഓൺ ദി കാറ്റഗറീസ് ഓഫ് പ്രോഡക്ട്സ് ദാറ്റ് ആർ ആവറേജ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വിസിറ്റർ between the ages of 13 to 45 most frequently searched for. അപ്പോൾ ഒരു 30 മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത് നമ്മൾ പഠനം നടത്തണമെങ്കിൽ നമ്മൾ ആരൊക്കെ നോക്കണം? നമ്മുടെ ആരെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്? 30 to 45 വയസ്സ് വരെയുള്ള ആളുകളെ കുറിച്ചാണ്. അതുപോലെ എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? നമ്മുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണല്ലേ, ഇ-കൊമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റിലാണ് നമ്മൾ ഇതിൻ്റെ ഡാറ്റ കിട്ടുന്നത്. അപ്പോൾ സോഴ്സ് അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എവിടെ നിന്നാണ് ഡാറ്റ കിട്ടേണ്ടത്, എന്താണ് ഡാറ്റ, ആരുടെ അടുത്ത് നിന്നാണ് ഡാറ്റ കിട്ടേണ്ടതെന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് എ ഡെഡ് ലൈൻ ഫോർ ഡാറ്റ കളക്ഷൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഒരു ഡെഡ് ലൈൻ, ഇത്ര ദിവസം വരെ അല്ലെങ്കിൽ ഒരു 10 ദിവസമാണ് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനുള്ളിൽ എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര സാമ്പിൾസിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ച് വെക്കണം. ഇല്ലെങ്കിൽ നമ്മളെ പഠനം വളരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ നീണ്ടുപോകും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഡാറ്റ കളക്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ ഞാൻ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, നമ്മൾ ഡാറ്റ കളക്ഷൻ പ്രോസസ്സിലെ 3ാമത്തെ സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ,
ഫസ്റ്റ് 2 സ്റ്റേജസ് എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം അല്ലേ. രണ്ടാമതായിട്ട് നമ്മൾ ഡാറ്റ കളക്ഷന് ഒരു ഡെഡ് ലൈൻ അല്ലേ, എത്ര ദിവസം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ ഒരു തീരുമാനത്തിലെത്തണം അല്ലേ. മൂന്നാമത്തെ സ്റ്റേജാണ് സെലക്ട് എ ഡാറ്റ കളക്ഷൻ അപ്രോച്ച്. നമ്മളിവിടെ ഒരു ഡാറ്റ കളക്ഷൻ അപ്രോച്ച് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റഡിക്ക് ചിലപ്പോൾ പ്രൈമറി ഡാറ്റ ആയിരിക്കും വേണ്ടത് അല്ലേ, ചില സമയത്ത് നമുക്ക് സെക്കൻഡറി ഡാറ്റ ആയിരിക്കും വേണ്ടത് അല്ലേ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി ക്വസ്റ്റ്യനെയർ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ റെസ്പോണ്ടൻസിനോട് ചോദിക്കുന്ന രീതി. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി ആരെങ്കിലും കണ്ടെത്തിയിട്ടുള്ള സ്റ്റഡി നമ്മളെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം അല്ലേ. ഇനി ചിലപ്പോൾ നമ്മുടെ ടൈം പീരീഡ് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാം. അതുപോലെ വി മസ്റ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, ഏത് തരത്തിലുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഗ്യാദർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുക. ഇതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഡാറ്റ കളക്ഷൻ അപ്രോച്ച് തീരുമാനിക്കണം. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി തീരുമാനിക്കണം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ സാമ്പിളിംഗ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. റാൻഡം സാമ്പിളിങ്ങും അതുപോലെ സ്ട്രാറ്റിഫൈഡും സിസ്റ്റമാറ്റിക്, അങ്ങനെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് രീതിയാണ് നമ്മളെ സ്റ്റഡിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നോക്കി അത് നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ സ്റ്റേജിൽ ഗ്യാദർ ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ടതുണ്ട്. അവർ പ്ലാൻ വൺസ് അവർ പ്ലാൻ ഇസ് കംപ്ലീറ്റ് വി ക്യാൻ പുട്ട് അവർ ഡാറ്റ കളക്ഷൻ പ്ലാൻ ഇൻ ടു ആൻ ആക്ഷൻ ആൻഡ് ബിഗിൻ ഗ്യാദറിങ് ഡാറ്റ. നമ്മുടെ എന്ത് തരത്തിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം ഇതൊക്കെ നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ സാമ്പിളിങ്ങും ഒക്കെ തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫീൽഡിൽ ഇറങ്ങണം അല്ലേ. ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ച് തുടങ്ങണം. റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. ഇൻ അവർ DMP വി ക്യാൻ സ്റ്റോർ ആൻഡ് അറേഞ്ച് അവർ ഡാറ്റ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും അല്ലേ. ഇനി we need to be careful to follow our plan and keep an eye on how it's doing. എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ അതോ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എസ്പെഷ്യലി ഇഫ് വി ആർ കളക്ടിങ് ഡാറ്റ റെഗുലർലി, സെറ്റിംഗ് അപ്പ് എ ടൈം ടേബിൾ ഫോർ വെൻ വി വിൽ ബി ചെക്കിംഗ് ഇറ്റ് on how our data gathering is going may be helpful. അപ്പോൾ നമ്മൾ ഡെയിലി, ഇപ്പോൾ ഒരു മാസമാണ് നമ്മൾ ഡെഡ് ലൈൻ, അപ്പോൾ ആ ഒരു മാസം മുഴുവൻ ഡെയിലി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ സ്ഥിരമായിട്ട് പോവുകയാണെങ്കിൽ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഏരിയയിൽ നിന്ന് ഇത്ര ഡാറ്റ കളക്ട് ചെയ്യണം, അടുത്ത ഏരിയയിൽ നിന്ന് ഇത്ര ഡാറ്റ കളക്ട് ചെയ്യണം എന്നൊക്കെ ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ അത് നമ്മുടെ സ്റ്റഡിക്ക് ഒന്നും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ അഞ്ചാമത്തെ സ്റ്റേജ് എക്സാമിൻ ദ ഇൻഫർമേഷൻ ആൻഡ് അപ്ലൈ യുവർ ഫൈൻഡിങ്സ്. നമ്മൾ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം അല്ലേ. ഈ ഡാറ്റയെ നമ്മൾ ഫാക്റ്റുകളാക്കി മാറ്റണം, ഇതിനെ വിവരങ്ങളാക്കി മാറ്റണം. ആൻഡ് അപ്ലൈ യുവർ ഫൈൻഡിങ്സ്. മാത്രമല്ല ഈ വിവരങ്ങൾ നമ്മുടെ നമ്മുടെ പഠനത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ റിയൽ ലൈഫിലുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ സ്ട്രാറ്റജി കണ്ടെത്താനായിരിക്കും നമ്മൾ പഠനം നടത്തുക. നമ്മൾ പല ഉദ്ദേശത്തോടെ ആയിരിക്കും നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണോ നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു ഉദ്ദേശത്തിലേക്ക് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യണം. നമ്മൾ ഈ സ്റ്റഡിയുടെ ഫൈൻഡിങ്സിനെ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അല്ലേ. അതാണ് നമ്മുടെ അഞ്ചാമത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. It's time to examine our data and arrange our findings after we have gathered all of our information. അല്ലേ, നമ്മുടെ എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിട്ടിയ ഡാറ്റയെ അറേഞ്ച് ചെയ്യണം, അവയെ നിരീക്ഷിക്കണം. The analysis stage is essential because it transforms unprocessed data into insightful knowledge that can be applied to better our marketing plans. അല്ലേ, ചിലപ്പോൾ നമ്മുടെ നല്ല മാർക്കറ്റിംഗ് പ്ലാൻസ്, നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റഡി നടത്തുന്നത് ഈ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ഈ ഒരു അനാലിസിസ് സ്റ്റേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ, നമ്മൾ ഈ അൺപ്രോസസ്ഡ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്? നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു നോളജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ്റെ 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചാലഞ്ചസ് ഇൻ ഡാറ്റ കളക്ഷൻ. എന്തൊക്കെയാണ് ഡാറ്റ കളക്ഷന് പോകുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണുള്ളത്? ഒന്നാമത്തത് ഡാറ്റ ക്വാളിറ്റി ഇഷ്യൂ. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ക്വാളിറ്റി ഉള്ളതാവണം എന്ന് ഉറപ്പില്ല അല്ലേ. ദ മെയിൻ ത്രെറ്റ് ടു ദ ബോർഡ് ആൻഡ് ദ സക്സസ്ഫുൾ application of machine learning is poor data quality. അല്ലേ, ഡാറ്റയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ ഉറപ്പില്ലാത്ത ഒരവസ്ഥയാണ് ഒന്നാമത്തെ ചാലഞ്ച്. രണ്ടാമതായിട്ട് ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ.
when working with various data sources, it's conceivable that the same information will have discrepancies between sources. അതായത് ഇവിടെ ഇൻകൺസിസ്റ്റൻ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത സോഴ്സസിൽ നിന്ന് ഒരേ ഡാറ്റ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോളൂ. അവ തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്, അല്ലെങ്കിൽ അവ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു സോഴ്സിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ഡാറ്റയും വേറൊരു സോഴ്സിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേറൊരു ഡാറ്റയാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ പോപ്പുലേഷനെ കുറിച്ചാണ് അറിയാനാണ് ഒരു സ്റ്റഡി നടത്തിയത്. ജനസംഖ്യ എത്ര ഉണ്ടെന്ന് അറിയാൻ, ഒരു ലൊക്കാലിറ്റിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാനാണ് നമ്മൾ സ്റ്റഡി നടത്തിയതെന്ന് വിചാരിക്കുക. നമ്മൾ NSSO സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ ഡാറ്റ ആ സോഴ്സിൽ നിന്ന് നമ്മൾ എത്ര ആൾക്കാരുണ്ട് ഈ ലൊക്കാലിറ്റി നോക്കിയപ്പോൾ നമുക്കൊരു 100,000 ആൾക്കാരാണ് കിട്ടിയത്. എന്നാൽ നമ്മൾ വേറൊരു സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 1,00,000 കിട്ടിയില്ല, ഒരു 50,000 കിട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരേ ഡാറ്റ നമ്മൾ 2 സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അതിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളത് ഒരു ഡാറ്റ കളക്ഷൻ്റെ വലിയൊരു പ്രശ്നമാണ്. Okay, the difference could be in format, unit or occasionally spelling. ഈ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ യൂണിറ്റിൽ അളവിലുള്ള വ്യത്യാസമായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് കൂടുതൽ ഒരു സ്ഥലത്ത് കുറവായിരിക്കാം, അല്ലെങ്കിൽ ഫോർമാറ്റിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഇതൊക്കെ സംഭവിക്കാം. അടുത്തത് ഡാറ്റ ഡൗൺ ടൈം. Data is the driving force behind the decisions and operations of data-driven business. അല്ലേ, ഡാറ്റ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാ ബിസിനസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സസ് ഒക്കെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നത് ഒരു ഡാറ്റ ഡ്രിവൻ ബിസിനസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഈ ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എന്തിനെ ബാധിക്കും? ആ ബിസിനസ്സിനെ മൊത്തം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റഡി നടത്തുന്നത്. അപ്പം നമ്മൾ സ്റ്റഡിയുടെ റിസൾട്ട് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കില്ല അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. However, there may be brief periods when their data is unreliable or not prepared. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ വിശ്വാസയോഗ്യമല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ ഡൗൺ ടൈം എന്ന് പറയുന്നത്. കിട്ടിയ ഡാറ്റ കറക്റ്റ് അല്ലാത്ത അൺറിലയബിൾ ആയിട്ടുള്ള അവിശ്വസനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മറ്റൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ആംബിഗസ് ഡാറ്റ. എന്താ ആംബിഗസ് ഡാറ്റ? ഈവൻ ദോ through oversight, some errors can still occur in massive databases or data lake. Massive databases ആണ് നമ്മൾക്ക് ഒരുപാട് ഏരിയയുടെ വലിയൊരു ഡാറ്റയാണ് നമുക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഡാറ്റയാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡാറ്റ ലേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഡാറ്റ തടാകം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയും കൂടുതൽ ഒരുപാട് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് എറേഴ്സ്, തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡാറ്റ കൂടുതൽ എടുക്കുമ്പോഴുള്ള മിസ്റ്റേക്കുകളാണ് ആംബിഗസ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡാറ്റ കളക്ഷൻ്റെ ഒരു ചലഞ്ചാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ. എന്താ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? സ്ട്രീമിംഗ് ഡാറ്റ, ലോക്കൽ ഡാറ്റാ ബേസസ് ആൻഡ് ക്ലൗഡ് ഡാറ്റ lakes are just a few of the sources of the data that are modern enterprises are contented with. നമ്മുടെ പുതിയ തരത്തിലുള്ള അല്ലെങ്കിൽ ആധുനിക എൻ്റർപ്രൈസസ് സംരംഭങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഈ സ്ട്രീമിംഗ് ഡാറ്റയും അതുപോലെ ലോക്കൽ ഡാറ്റാബേസ് ഒക്കെയാണ്. They might also have application and system silos. These sources are likely to duplicate and overlap each other quite a bit. അപ്പോൾ നമ്മൾ ഈ മോഡേൺ എൻ്റർപ്രൈസസ് ഒക്കെ ഡാറ്റ എടുക്കുന്ന ഇത്തരം സോഴ്സസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാം. ഒരേ ഡാറ്റേനെ ഡബിളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരിക, അതുപോലെ തന്നെ ഓവർലാപ്പിംഗ്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിലെ ഡാറ്റ തന്നെ അടുത്ത കാലഘട്ടത്തിൽ വീണ്ടും വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഡ്യൂപ്ലിക്കേഷന് ഡാറ്റ കളക്ഷൻ്റെ ഒരു ചാലഞ്ചാണ്. ടൂ മച്ച് ഡാറ്റ അല്ലേ. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടാനില്ലാത്തൊരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഒരുപാട് ഡാറ്റ സോഴ്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്ന് സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഡാറ്റ കളക്ഷൻ്റെ ഒരു ചാലഞ്ചാണ്. അതുപോലെ ഇൻആക്യുറേറ്റ് ഡാറ്റ. ഇൻആക്യുറേറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടിയ ഡാറ്റ കൃത്യമല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർ ഹൈലി റെഗുലേറ്റഡ് ബിസിനസ്സസ് ലൈക്ക് ഇപ്പോൾ ഹെൽത്ത് കെയറിനോ അതുപോലെ ഡാറ്റ ആക്യുറസി ഇസ് ക്രൂഷ്യൽ അല്ലേ. ഇപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു രോഗത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠനം നടത്തുന്നതെങ്കിൽ അതിൽ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ സ്റ്റഡിയുടെ ബേസിലായിരിക്കും നമ്മൾ അതിന് ചിലപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇതിനോട് റിയാക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇന്നാക്യുറസി, നമ്മുടെ ഡാറ്റയിൽ ഇന്നാക്യുറസി വന്നു, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയിട്ടുള്ള ഡാറ്റ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്റ്റഡിയെയും നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങളെ എല്ലാം തെറ്റായി ബാധിക്കും അല്ലേ. അപ്പോൾ അത് മറ്റൊരു ചാലഞ്ചാണ്. നെക്സ്റ്റ് ഹിഡൻ ഡാറ്റ.
ഡാറ്റ കിട്ടാനില്ലാത്ത അവസ്ഥ, ഹിഡൻ, ഒളിഞ്ഞു കിടക്കുകയാണെന്ന്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ റെസ്പോണ്ടൻസിന് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹിഡൻ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ചലഞ്ചാണ്. ഫൈൻഡിങ് റെലവൻറ്റ് ഡാറ്റ, അല്ലേ? അതായത് ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും, അതിൽ നമ്മുടെ സ്റ്റഡിക്ക് പ്രസക്തമായിട്ടുള്ള, നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡാറ്റ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് മറ്റൊരു വലിയ ചാലഞ്ചാണ്. ഡിസൈഡിങ് ദ ഡാറ്റ ടു കളക്ട്, ഡിസൈഡ് ഏത് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും നമ്മൾ ഡാറ്റ കളക്ഷനിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഡാറ്റ കളക്ഷൻ്റെ ചാലഞ്ചസിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റിലെയും സെക്കൻഡ് യൂണിറ്റിലെയും തേർഡ് യൂണിറ്റിലെയും, അല്ലേ, നമ്മുടെ ബ്ലോക്ക് 1 ടെക്സ്റ്റ് ബുക്ക് കിട്ടിയപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ 2 ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരം കാര്യങ്ങളൊന്നും കൂടി സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു ഓൾ.